നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷിയുടെ മുറിയില് ആ വാൾ എങ്ങനെ എത്തിയെന്ന് പലവട്ടം സെർച്ച് ചെയ്തതാണല്ലോ. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല മോളെ. സാവിത്രി, എന്താ മോളെ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. മനുഷ്യരുടെ മനസ്സിൽ എന്തൊക്കെയാ ഉള്ളെന്ന് കണ്ടെത്താൻ വലിയ പാടാ അല്ലേ അച്ഛാ? അത് പിന്നെ മനസ്സൊരു കടല് പോലല്ലേ മോളെ. അമ്മ എന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒറ്റയ്ക്ക് നിൽക്കുന്നതാ നല്ലത്. സമാധാനം കിട്ടുമല്ലോ. ഇവിടെ ആകെ ദാരിദ്ര്യം സമാധാനത്തിനാണല്ലോ. അതെ, ഇതൊന്നും നിന്നോടല്ല കേട്ടോ. നിന്നോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല. അമ്മ, സാവിത്രി എവിടെയാണെന്ന് അറിയാവോ? ആ, അവൾ അമ്പലത്തിൽ പോയിരിക്ക. എല്ലാവരും ഓടുകയല്ലേ ഓരോ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. ദേ, ഇപ്പൊ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരിക്ക ജഗദീഷും കാർത്തിക്കും. മീനാക്ഷിക്ക് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി. കാര്യങ്ങളെല്ലാം കരുതുന്നതിനും അപ്പുറത്താ. എന്തൊരു കാലക്കേടാ. മൈഥിലി, മൈഥിലി, ഒന്ന് സഹായിക്കാൻ ആരുമില്ല ഇവിടെ. ഹെൽപ്പ് മീ. ആരുമില്ല ഇവിടെ.
വെള്ളം വേണം. മൈഥിലി, വെള്ളം കുടിക്ക കുടിക്ക കുടിക്ക. കുടിക്ക. മൈഥിലി കുടിക്ക. എങ്ങനെ ഇതിനകത്തൊന്ന് കയറും? എന്താ മോളെ ഇവിടെ വന്നിരിക്കുന്നേ? അത് ഞാൻ മ്യൂറൽ പെയിന്റ് ചെയ്തൊരു പട്ടുസാരി സാവിത്രി കാണാൻ വേണ്ടി വാങ്ങിച്ചിരുന്നു. അത് വാങ്ങാൻ വേണ്ടി കസ്റ്റമേഴ്സ് വരും. ഇനി എങ്ങനെ അത് എടുത്തു കൊടുക്കും? സാവിത്രി അവളുടെ മുറി പൂട്ടിയിരിക്കുക. കുഴഞ്ഞല്ലോ, അവൾ അമ്പലത്തിലെ മറ്റോ പോയിരിക്കുക. പിന്നെ അവിടെ കാര്യമല്ലേ, പോയാ എപ്പോഴും പറയാൻ പറ്റില്ല. മുറിയൊന്ന് തുറന്നു കിട്ടിയാൽ മതിയായിരുന്നു. നീ അവളെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഒരുപക്ഷെ മുറി പൂട്ടിയിട്ട് താക്കോൽ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണും. അത് വേണ്ടച്ചാ, അവൾ അമ്പലത്തിലാണെങ്കിൽ മൊബൈലിൽ വിളിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെന്ത് ചെയ്യും? കസ്റ്റമേഴ്സ് വരുമ്പോ സാരി എടുത്ത് കൊടുക്കുകയും വേണമല്ലോ. ആ, രാജലക്ഷ്മിയുടെ കയ്യിൽ സ്പെയർ കീ കാണും. വാ, ഞാൻ വാങ്ങിച്ചു തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.